ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മീൻ പീരെ പറ്റിച്ചതാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ നെത്തോലി മീൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് അല്പം തേങ്ങ, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചതും, അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും, പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കാന്താരിയാണ് കേട്ടോ. അതും കൂടി ചതച്ചത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ശരിക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, വേറെ ഒരു കറിയും വേണ്ട. ഈ മീൻ പീര പിടിച്ചതുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറുണ്ണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ റെസിപ്പി എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് നമ്മളത് കൈ കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മീൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് വേണമെങ്കിൽ മാങ്ങയോ അല്ലെങ്കിൽ ഇലിമ്പൻ പുളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇവിടെ ഇതൊന്നും അവൈലബിൾ അല്ല, അതിന് പകരം ഇവിടെ കുടംപുളിയാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാനിതിൻ്റെ ഒരു 3-4 ചെറിയ കഷ്ണങ്ങളും കൂടി ഇട്ട് യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് അടുപ്പിലൊരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കടുകിടാൻ പാടില്ല, ഉലുവയിട്ട് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് നമ്മൾ ഈ ചേർത്ത് വെച്ചിരുന്ന മിക്സറും ചേർത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാങ്ങയും ഇലിമ്പും പുളിയൊക്കെ ഇട്ട് കൊടുക്കുന്നെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് അല്പം ഒന്ന് കുറയ്ക്കാം, കാരണം അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. ഇപ്പം ഇവിടെ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരത്തേക്കിന് നമുക്ക് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, മീനൊന്നും ഉടയാതെ വേണം കേട്ടോ ഇളക്കി കൊടുക്കാനെക്കൊണ്ട്. അടിയിൽ നിന്ന് പതുക്കെ വേണം ഇത് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് നെത്തോലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നങ്ങ് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ടേ. ഇനി തുറന്ന് നോക്കി അല്പം വെളിച്ചെണ്ണ കൂടി മുകളിലേക്ക് തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വയറ് നിറയെ ചോറിടാൻ വേണ്ടിയിട്ട് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചാനലിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു വീഡിയോ